വെൽക്കം ടു അവർ ചാനൽ ലേൺ ഈസി. നമ്മളിന്ന് ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്. അപ്പം സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ലെക്ചറാണിത്. അപ്പം ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽസ് എന്താണ്, സിഗ്നൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അപ്പം ഇതൊരു പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. കൂടുതലും പ്രോബ്ലംസാണ് എക്സാമിന് ചോദിക്കുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഡെറിവേഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിനകത്ത് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് എന്താണ്, അതിൻ്റെ കുറച്ച് ബേസിക് കൺസെപ്റ്റ് അല്ലെങ്കിൽ എലമെൻ്ററി സിഗ്നൽസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ലെക്ചറിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പം സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ഒരു ഇതിനെ നമുക്ക് സിഗ്നൽ എന്ന് പറയാം. സോ എനിത്തിങ് ദാറ്റ് ക്യാരീസ് ആൻ ഇൻഫർമേഷൻ, അതിനെ നമുക്ക് സിഗ്നൽ എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഒരുപാട് ടൈപ്പ് സിഗ്നൽസ് നമുക്കറിയാം. നമുക്ക് പെട്ടെന്നൊരു സിഗ്നൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പീച്ച് സിഗ്നൽ അല്ലെങ്കിൽ സൗണ്ട് സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽ, കറണ്ട്, വോൾട്ടേജ്, ഇതെല്ലാം എന്താണ് സിഗ്നൽസിന് എക്സാമ്പിൾസ് ആണ്. സോ നമുക്കൊരു സൈൻ വേവിനെ, നമുക്കൊരു കറണ്ടിനെ നമുക്കൊരു സൈൻ വേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൊസൈൻ വേവ് ആയിട്ടോ ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതെല്ലാം സിഗ്നൽസ് ആണ്. സോ എനിത്തിങ് ദാറ്റ് ക്യാരീസ് ആൻ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് നോൺ ആസ് എ സിഗ്നൽ. സോ അതിന് വേറെ ഡെഫിനിഷൻസ് ഉണ്ട്. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് നമുക്ക് അറിയാം. എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വിച്ച് കണ്ടെയ്ൻ സം ഇൻഫർമേഷൻ. സോ അതിനെയും നമുക്ക് സിഗ്നൽ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാം. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് വേരീസ് വിത്ത് ടൈം, സ്പേസ് ഓർ എനി അതർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറണ്ട് സിഗ്നലിനെ അല്ലെങ്കിൽ വോൾട്ടേജ് സിഗ്നലിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് എന്താണ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണത്? ആംപ്ലിറ്റ്യൂഡ്, എ എന്ന് പറയുന്നത് ആ ഒരു സൈൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഫൈ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ആണ്. സോ ഇങ്ങനെയൊക്കെ നമുക്കൊരു സിഗ്നലിനെ, സോ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, ഇതൊരു സൈനസോയിഡൽ സിഗ്നലാണ്. ഇതൊരു വോൾട്ടേജ് സിഗ്നലോ അല്ലെങ്കിൽ ഒരു കറണ്ട് സിഗ്നലോ ആവാം. സോ ഇതിനകത്ത് കുറേ ഇൻഫർമേഷൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനെയാണ് നമുക്ക് സിഗ്നൽ എന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. സോ അതിന് എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സ്പീച്ച് സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽസ്, എക്സെട്ര. സോ ഈ സിഗ്നലിനെ നമ്മൾ ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇങ്ങനെ രണ്ട് ഡെഫിനേഷൻസ് ആണ് സിഗ്നലിന് ബേസിക്കായിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 1 തന്നെ വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻസ് ഓഫ് സിഗ്നൽസ് അങ്ങനെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കും. ബേസിക്കായിട്ട് നമുക്കൊരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ടൈം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് എന്നാണ്. നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമ്മൾ എക്സ് ഓഫ് ടി, അപ്പോൾ അവിടെ ടിയിലാണ് അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ് ഓഫ് ടി. ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് ടൈം വരുമ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ, ടിക്ക് പകരം എൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ സിഗ്നലിനെ ബേസിക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ടൈമും ഉണ്ട്, ഡിസ്ക്രീറ്റ് ടൈമും ഉണ്ട്. സോ ഇങ്ങനെയാണ് സിഗ്നൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ, പീരിയോഡിക്, അപ്പീരിയോഡിക്, അങ്ങനെ കുറേ ക്ലാസിഫിക്കേഷൻസ് അല്ലാതെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇനി എന്ത് പഠിച്ചാലും, സിഗ്നൽസിനകത്ത് എന്ത് പഠിച്ചാലും കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും, അത് എല്ലാ കേസസിനും നമുക്ക് ഇത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഞാൻ ആദ്യം പറയുകയാണ്, കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. സോ നമുക്ക് ഇതിൻ്റെ അപ്പം സിഗ്നൽസിനകത്ത് ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ ബേസിക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എലമെൻ്ററി സിഗ്നൽസ്. അല്ലെങ്കിൽ നമ്മൾ ബേസിക് ഇൻപുട്ട് സിഗ്നൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള സിഗ്നൽസ് ആണ്. നമുക്ക് എലമെൻ്ററി സിഗ്നൽസ് എന്ന് പറയാം. സോ ഈ എലമെൻ്ററി സിഗ്നൽസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഞാനിപ്പം
പറയാൻ പോകുന്നത്. സോ ആ ക്ലാസിഫിക്കേഷൻ പറയുമ്പോഴും നമുക്ക് സിഗ്നലിനെ കണ്ടിന്യൂസ് ടൈം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം ആ രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ എലമെൻ്ററി സിഗ്നൽസ് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഞാനൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. സോ അത് പറഞ്ഞിട്ട് നമുക്ക് എലമെൻ്ററി സിഗ്നൽസിലോട്ട് പോവാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. സോ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് താണ്ട ഒരു സിഗ്നൽ ഇങ്ങനെ വരയ്ക്കാം. സോ ഇതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്, എക്സ് ഓഫ് ടി. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ നമുക്ക് ടിയുടെ എല്ലാ വാല്യൂസിനും നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ആംപ്ലിറ്റ്യൂഡ് സ്കെച്ച് ചെയ്ത് ഇങ്ങനെ വരച്ചേക്കുന്നതാണ് ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ടിയുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള വാല്യൂസിലും നമുക്കൊരു ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ആ വരയ്ക്കുന്ന എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഇതാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ മീൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി എന്ന് നമുക്ക് പറയാം. ടിയുടെ എല്ലാ വാല്യൂസിലും നമുക്ക് ഒരു ആംപ്ലിറ്റ്യൂഡ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഡിസ്ക്രീറ്റ്, അപ്പം ഞാൻ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തന്നെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഞാൻ വരയ്ക്കുവാണ്. അപ്പോൾ അതാവുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്കിവിടെ 0 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. സോ ഞാൻ അതിനെ 0 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. 0യിൽ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ഞാൻ 0 കഴിഞ്ഞിട്ട് അടുത്ത എടുക്കാൻ പോകുന്നത് 1 എന്ന് പറയുന്ന ഇൻസ്റ്റൻറ്റിലുള്ള ആംപ്ലിറ്റ്യൂഡാണ്. സോ 1. സോ 1ൽ എനിക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. സോ ഈ 1ലുള്ള ആംപ്ലിറ്റ്യൂഡ് ഞാനൊരു വാല്യൂ മാർക്ക് ചെയ്യുവാണ്, 0.5. സോ ഇവിടെ നമുക്ക് ആ കിട്ടുന്ന വാല്യൂ 0.5 ആയിരിക്കാം. അപ്പം നമ്മൾ 1ലെ വാല്യൂ 0.5. ദെൻ ഞാൻ വീണ്ടും ഒരു 2ലെ വാല്യൂ ആണ് നോക്കുന്നത്. 2ലെ വാല്യൂ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു 0.7 ആണ്. ദെൻ വീണ്ടും ഞാൻ 3ലെ വാല്യൂ നോക്കി. 3ലെ വാല്യൂ വീണ്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് 0.5 ആണ്. സോ 0.5, 0.7, 0.5 ഇങ്ങനെ പോകുന്ന ഈ ഒരു സിഗ്നൽ, ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം എന്ന് പറയുന്നത്. ഞാനിതിനെ എക്സ് ഓഫ് എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് എന്നും ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 0 മുതൽ ഈ റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തേക്കുന്ന എല്ലാ ടിയുടെ വാല്യൂസിലും ഒരു വാല്യൂ ഉണ്ട്, ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്. സോ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ 0യിൽ വാല്യൂ 0 ആണ്, 1ൽ 0.5 ആണ്. ഈ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം 0 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് 1 ആണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 1ലെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, അതിനെ ഞാൻ 0.5 ആയിട്ട് മാർക്ക് ചെയ്തു. 1 കഴിഞ്ഞിട്ട് 2ലെ വാല്യൂ ആണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത്, അത് 0.7 ആണ്. സോ ഇതിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂസ് അൺഡിഫൈൻഡ് ആണ്, അത് എത്രയെന്ന് അറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 0 എന്ന് വേണമെങ്കിൽ പറയാം, ഞാനത് കൺസിഡർ ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്ന സിഗ്നലിനെയാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് ടൈം. ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ്, നമുക്ക് ടി വെച്ചല്ല ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എൻ ആണ്. സോ ഡിസ്ക്രീറ്റിനെ നമ്മൾ എക്സ് ഓഫ് എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡെക്സ് എൻ കൊടുക്കുക, സോ എക്സ് ഓഫ് എൻ. സോ ഈ രീതിയിലാണ് നമ്മൾ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും ബേസിക് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്യത്തില്ല. 0 കഴിഞ്ഞിട്ട് ഞാൻ 1 ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്, 1 കഴിഞ്ഞിട്ട് 2 ആണ്. എപ്പോഴും 0യും 1ഉം ആവണമെന്നില്ല, 0 കഴിഞ്ഞിട്ട് 0.5 കൺസിഡർ ചെയ്യാം. സോ ആ 0 തൊട്ട് 0.5 വരെയുള്ള വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. സോ അങ്ങനെ എടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടിന്യൂസിനകത്ത് നോക്കിയാൽ എല്ലാ വാല്യൂസും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടിയുടെ എല്ലാ വാല്യൂസിനും നമ്മൾ ഒരു ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് ടി. ദിസ് ഇസ് ഡിഫൈൻഡ് ഫോർ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓഫ് എൻ. സോ ഇതാണ് നമ്മുടെ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. സോ ഇത് വെച്ചിട്ട് നമുക്കിനി എലമെൻ്ററി സിഗ്നൽസ് മനസ്സിലാക്കാം. സോ എലമെൻ്ററി സിഗ്നൽസ്, എലമെൻ്ററി സിഗ്നൽസിനകത്ത് ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ.
സോ നമ്മളിവിടെ എലിമെൻ്ററി സിഗ്നൽസ് ഡിഫൈൻ ചെയ്യുമ്പം കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും രണ്ടും പഠിക്കുന്നുണ്ട്. സോ ഒരുമിച്ച് തന്നെ പറഞ്ഞു പോവാം. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് യു ഓഫ് ടി എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ആണ്. ഇതൊരു കണ്ടിന്യൂസ് ടൈം ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, ടി ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ കണ്ടിന്യൂസ് ടൈം റെപ്രസെൻറ്റേഷൻ. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ യു ഓഫ് എൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ നമുക്ക് രണ്ടും പഠിക്കാം. യു ഓഫ് ടി മീൻസ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. സോ നമുക്കിതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് യു ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലിമെൻ്ററി സിഗ്നലാണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എലിമെൻ്ററി സിഗ്നൽസ്. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം മനസ്സിലാകത്തുള്ളൂ. സോ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആൻഡ് 0 ഫോർ ടി ലെസ് ദാൻ 0. ഇതിനെ നമ്മൾ ഇതിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇനി ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനും നമുക്ക് പഠിക്കണം. സോ നമ്മൾ ഈ ഒരു എലിമെൻ്ററി സിഗ്നൽസ് പഠിച്ചു കഴിയുമ്പോൾ ഉടനെ നമുക്ക് അടുത്തൊരു ടോപ്പിക് ഉണ്ട്, റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, ടാബുലർ സിഗ്നൽസിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്നത് ഒരു മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഞാൻ അടുത്ത് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. സോ യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ നമുക്കതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഇതാണ് ടൈം ടി ആൻഡ് ദിസ് ഇസ് ദ സിഗ്നൽ യു ഓഫ് ടി. ഇത് 0 ആണ്. സോ നോക്കി, ഇവിടെ നോക്കുക, യു ഓഫ് ടിയുടെ വാല്യൂ 1 ആണ്. എവിടെ തൊട്ട്? ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ. 0യിൽ വാല്യൂ 1 ആണ്. 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതാണ് യു ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇൻക്ലൂഡിങ് 0 ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വേണം വരയ്ക്കാൻ. സോ ദിസ് ഇസ് 1. കണ്ടോ, ഈ ഒരു സിഗ്നലാണ്. 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആണ്. ദെൻ ടി ലെസ് ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇപ്പം 0 ഇതാണ്. ടി ലെസ് ദാൻ 0 മീൻസ് ഈ ഒരു വാല്യൂ. ഇവിടോട്ടത് എന്തായിരിക്കും? 0യും ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫിഗറിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതൊരു സ്റ്റെപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ ദിസ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ. സോ ടി ലെസ് ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ടൈം ആണ്. സോ ഇതിനെ നമുക്ക് കണ്ടിന്യൂസ് ടൈം റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എഴുതാം. യു ഓഫ് എൻ വെച്ചിട്ടാണ്, ടിക്ക് പകരം എൻ ആണ് യൂസ് ചെയ്യുന്നത്. യു ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യ്ക്ക് പകരം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. അപ്പോൾ ഈ എക്സ്പ്രഷനകത്ത് ടിക്ക് പകരം എൻ കൊടുത്താൽ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം റെപ്രസെൻറ്റേഷൻ എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്നിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ആക്സസ് വരയ്ക്കണമെന്നില്ല. യു ഓഫ് ടിയുടെ ആക്സസ് വരച്ച പോലെ അങ്ങനെ വരയ്ക്കണ്ട. നമ്മളിവിടെ 0യിലെ വാല്യൂ നോക്കുക. 0യുടെ വാല്യൂ 1 ആണ്. യു ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഞാൻ 0യിലെ വാല്യൂ 1 എടുത്തു. നെക്സ്റ്റ് ഞാൻ 1ലെ വാല്യൂ ഡിസ്ക്രീറ്റ് ആയിട്ട് വരയ്ക്കേണ്ടതുകൊണ്ട് ഞാൻ 1ലെ വാല്യൂ 1 എടുത്തു. ദെൻ അഗെയിൻ 2യിലെ വാല്യൂ 1, 3യിലെ വാല്യൂ 1. സോ അങ്ങനെ എക്സെട്ര. നമ്മൾ എക്സെട്ര ഇട്ടാൽ മതി. ഇൻഫിനിറ്റി വരെ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ദെൻ നമുക്ക് നോക്കാം, -1ലെ വാല്യൂ നോക്കാം. -1ലെ വാല്യൂ 0 ആണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ക്രോസ് ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ക്രോസിൻ്റെ ആവശ്യമില്ല. 0യിൽ 1 ആണ്, -1ൽ 0 ആണ്, -2യിലും 0 ആണ്, എക്സെട്ര. സോ -3ലെല്ലാം -4ലും എല്ലാം 0 ആണ്. സോ എൻ ലെസ് ദാൻ 0യിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ 1 ആയിരിക്കും. സോ 0യിൽ 1, 1ൽ 1, 2ൽ 1, 3ൽ 1, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി 1 ആയിരിക്കും. സോ ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇനി ഇവിടെ ഇതിനെ യു ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ യു ഓഫ് ടി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, യു ഓഫ് എൻ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എലിമെൻ്ററി സിഗ്നൽ, യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. സോ നമുക്ക് അടുത്ത സിഗ്നൽ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് സിഗ്നൽ ഈസ് യൂണിറ്റ് റാമ്പ് സിഗ്നൽ. So next signal is ramp signal.
റാമ്പ് സിഗ്നൽ. നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ നമ്മൾ യു ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. റാമ്പ് സിഗ്നലിനെ നമ്മൾ ആർ ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആർ ഓഫ് ടി എന്താണെന്ന് നോക്കാം. റാമ്പ് സിഗ്നൽ നമ്മൾ നേരത്തെ ചെയ്ത യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് റാമ്പ് കിട്ടും. സോ ആർ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ്, സോ നമ്മളിവിടെ പറഞ്ഞു യു ഓഫ് ടി 1 ആണ്. സോ 1നെ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1 ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. സോ റാമ്പ് സിഗ്നലിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇതിനെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ഇതാണ് റാമ്പ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ റാമ്പ് സിഗ്നൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് പറയാം റാമ്പ് സിഗ്നലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കിട്ടും. ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ റാമ്പ് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ടിന്യൂസ് ടൈം ആണ്. ആർ ഓഫ് ടി മീൻസ്, സോ ദിസ് ഈസ് ടി, ഇത് ആർ ഓഫ് ടി. ഇവിടെ നിങ്ങൾ വാല്യൂസ് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർ ഓഫ് 0, ആർ ഓഫ് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 0 കിട്ടും. ആർ ഓഫ് 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നമ്മളിങ്ങനെ ഒരു 0യിലെ വാല്യൂ 0, 1ലെ വാല്യൂ നോക്കുവാണെങ്കിൽ 1, ദെൻ 2യിലെ വാല്യൂ 2. സോ ഇങ്ങനെ ഈ പോയിന്റുകളെല്ലാം എടുത്ത് വരച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഇങ്ങനൊരു സിഗ്നൽ ആയിരിക്കും. ദിസ് ഈസ് റാമ്പ് സിഗ്നൽ. സോ ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ മതി. ടി ആർ ഓഫ് ടി 0യിലെ വാല്യൂ 0, കാരണം ആർ ഓഫ് 0 ഈക്വൽ ടു 0. ടിക്ക് 0 കൊടുക്കുമ്പോൾ 0, ടിക്ക് 1 കൊടുക്കുമ്പോൾ ആർ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ 0യിൽ 0 ആണ്. 1ലെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അതെന്താണ് 1 ആണ്. ദെൻ 2യിലെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ആണ്. ദെൻ 3യിലെ വാല്യൂ 3 ആണ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ റാമ്പ് സിഗ്നൽ. അത് തന്നെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് റാമ്പ് സിഗ്നൽ. നമുക്കിവിടെ ടിക്ക് വാല്യൂസ് കൊടുത്തിട്ടാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. ആർ ഓഫ് 0 0, ആർ ഓഫ് 1 1, ആർ ഓഫ് 2 2. സോ ടിക്ക് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് അത് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നതാണ് റാമ്പ് സിഗ്നൽ. സോ ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ടുള്ളൊരു കർവ് ആയിരിക്കും റാമ്പ് സിഗ്നലിന്. അപ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇതിൻ്റെ ഡിസ്ക്രീറ്റ് വരയ്ക്കുവാണെങ്കിൽ ആർ ഓഫ് എൻ ഈക്വൽ ടു എൻ, ടിക്ക് വരെ എൻ കൊടുത്താൽ മതി. ആർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഈസ് ഈക്വൽ ടു 0 ഫോർ എൻ ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. നമ്മൾ എൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. എന്നിന് 0 കൊടുക്കുമ്പോൾ 0. സോ എൻ ഈസ് ഈക്വൽ ടു 0യിൽ ആർ ഓഫ് 0 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ 0യിൽ 0 ആണ്. 1ലെ വാല്യൂ നോക്കാം. 1ലെ വാല്യൂ ആർ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. സോ 1ൽ നമുക്ക് 1 എന്ന് കിട്ടും. ദെൻ 2യിലെ പോയിന്റ് ആർ ഓഫ് 2 ഈസ് ഈക്വൽ ടു 2 എന്നാണ് കിട്ടുന്നത്. സോ അഗെയിൻ 2. ദെൻ ആർ ഓഫ് 3 ഈസ് ഈക്വൽ ടു 3യിലെ വാല്യൂ എത്ര ആയിരിക്കും 3 ആണ്. അങ്ങനെ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. സോ 0യിൽ 0, 1ൽ 1. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. 0 കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത 1 ആണ് എടുത്തേക്കുന്നത്, 1 കഴിഞ്ഞ് 2 ആണ് എടുത്തേക്കുന്നത്, 2 കഴിഞ്ഞിട്ട് 3 ആണ്. ഓരോ വാല്യൂസും നമ്മളെടുത്ത്, അപ്പോൾ ഇത് നോക്കിയാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പ്ലോട്ട് ചെയ്താൽ ഇത് തന്നെ കിട്ടും. അപ്പോൾ ഇതിനെ അതിൻ്റെ ഡിസ്ക്രീറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ആർ ഓഫ് എൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇത് ആർ ഓഫ് ടി, ഇത് ആർ ഓഫ് എൻ. ഇത് നമ്മൾ ഇതിനെ നമ്മൾ സാമ്പിൾസ് എന്നാണ് വിളിക്കുന്നത്. 1ലെ സാമ്പിൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 1, ദെൻ 2യിലെ സാമ്പിൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 2, 3യിലെ സാമ്പിൾ ഇതാണ്, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3. ഡിസ്ക്രീറ്റിൻ്റെ ഓരോ വാല്യൂ ഒരു ലൈൻ നമുക്ക് അതിനെ ഓരോ സാമ്പിൾസ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഇതാണ് നമ്മുടെ റാമ്പ് സിഗ്നൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷനാണ് ആർ ഓഫ് ടി എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ യു ഓഫ് ടി ഡി ടി. യു ഓഫ് ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആർ ഓഫ് ടി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം, യു ഓഫ് ടി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി. ഡിഫറൻഷ്യേറ്റിംഗ് ആർ ഓഫ് ടി നമുക്ക് യു ഓഫ് ടി കിട്ടും. ആർ ഓഫ് ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. സോ ഇങ്ങനൊരു കണ്ടീഷനൂടെ അതിനകത്ത് അറിഞ്ഞിരിക്കണം. ദെൻ നെക്സ്റ്റ് പഠിക്കാനുള്ള, അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്ററി സിഗ്നലാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ സിഗ്നലാണ് പാരാബോളിക് സിഗ്നൽ.
So parabolic signal is defined as P of t. അപ്പോൾ P of t ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ച റാമ്പ് സിഗ്നലിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. R of t is equal to t. ടിയെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ t²/2. So it is defined for t greater than or equal to 0. So t²/2 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പാരാബോളിക് സിഗ്നൽ റെപ്രസെൻറ്റേഷൻ ഈക്വൽ ടു 0 ഫോർ t ലെസ് ദാൻ 0. നമ്മൾ എടുക്കുന്ന കണ്ടീഷൻസ് സെയിം ആണ്. R of t ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പാരാബോളിക് സിഗ്നൽ കിട്ടും. ദെൻ ഇത് നമുക്ക് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിനും ഇവിടെ വാല്യൂസ് ഇട്ട് കൊടുത്താണ് പ്ലോട്ട് ചെയ്യുന്നത്. ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. t ഈക്വൽ ടു 0യിൽ 0 ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ t ഈസ് ഈക്വൽ ടു 1. നമ്മൾ എല്ലാ വാല്യൂസും കൊടുക്കണം, കാരണം t ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ വാല്യൂസ്. P of t is defined for all values of t ആണ്. ഞാൻ ടിക്ക് 1 കൊടുക്കുവാണെങ്കിൽ എനിക്ക് 1/2 ആണ് കിട്ടുന്നത്. 2 കൊടുക്കുവാണെങ്കിൽ 1 കൊടുക്കുവാണെങ്കിൽ 1/2 കിട്ടും. 2 കൊടുക്കുവാണെങ്കിൽ 2 ആണ് എനിക്ക് കിട്ടുന്നത്. സോ അത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ കർവ് ആയിരിക്കും കിട്ടുന്നത്. പാരാബോളിക് ഷേപ്ഡ് കർവ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് P of t യുടെ റെപ്രസെൻറ്റേഷൻ. ദെൻ P of n discrete time ആണെങ്കിൽ P of n is equal to n²/2 for n greater than or equal to 0 for n less than 0. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിസ്ക്രീറ്റ് പാർട്ട് വരയ്ക്കുവാണെങ്കിൽ 0യിലെ വാല്യൂ 0 ആണ്. ദെൻ 1ലെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ആണ്. ദെൻ 2യിലെ വാല്യൂ നോക്കുവാണെങ്കിൽ P of 2 is equal to 2²/2. 2²/2 means 2 ആയിരിക്കും. സോ ഇത് 2 ആയിരിക്കും. റാമ്പ് പോലെ വരയ്ക്കരുത്, പാരാബോളിക് ഷേപ്പാണ്. ദെൻ 3യിലെ വാല്യൂ നോക്കുവാണെങ്കിൽ 3²/2, ദാറ്റ് ഈസ് 9/2. 9/2 മീൻസ് 4.5. സോ ഇങ്ങനൊരു കർവ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. 9/2 ഇതൊരു പാരാബോളിക് ഷേപ്പാണ്. നമുക്കിവിടെ കിട്ടുന്നത്. ദിസ് ഈസ് P of n. സോ പാരാബോളിക് സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞത്. ദെൻ നമുക്ക് അടുത്ത, അപ്പം ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പാരാബോളിക് സിഗ്നൽ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് റാമ്പ് സിഗ്നൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം തിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, മറ്റേ ഫംഗ്ഷൻ കിട്ടും. സോ പാരാബോളിക് ഫംഗ്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് റാമ്പ് സിഗ്നൽ. സോ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നൽസിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് അടുത്തത്. ദാറ്റ് ഈസ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇമ്പൾസ് സിഗ്നൽ നമുക്ക് del of t വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെ തന്നെ പഠിക്കണം. -∞ to ∞ del of t dt ഈക്വൽ ടു 1. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് എഴുതിക്കോ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. It is defined as -∞ to ∞ del of t dt equal to 1 at t equal to 0. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ആൻഡ് del of t equal to 0 for t not equal to 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. സോ ആ ഫസ്റ്റ് ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. -∞ to ∞ del of t dt equal to 1 at t equal to 0. സോ ഇതിനെ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. t ഈക്വൽ ടു 0യിൽ അതിൻ്റെ വാല്യൂ ഒരു ഇൻഫൈനൈറ്റ് വാല്യൂ ആണ്. സോ ഇങ്ങനെയാണ് del of tയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം ഏരിയ അണ്ടർ ദിസ് കർവ് ഈസ് ഈക്വൽ ടു 1. ഇൻ്റഗ്രൽ -∞ to ∞ del of t dt എന്ന് പറഞ്ഞാൽ ഏരിയ എന്നാണ്. ഏരിയ അണ്ടർ ദ കർവ് ഈസ് യൂണിറ്റി. ഏരിയ അണ്ടർ ദ കർവ് ഈസ് യൂണിറ്റി. സോ ഇങ്ങനെ തന്നെ പഠിക്കണം. ഇൻ്റഗ്രൽ വെറും del of t ഈക്വൽ ടു 1 എന്നല്ല നമ്മൾ പറയേണ്ടത്, ഏരിയ അണ്ടർ ദ കർവ് ഈക്വൽ ടു 1. ഇൻ്റഗ്രൽ -∞ to ∞ del of t dt ഈക്വൽ ടു 1 at t ഈക്വൽ ടു 0.
സോ ഇതാണ് നമ്മുടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ. ഇനി ഇതിനെ ഡിസ്ക്രീറ്റിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ, സോ ഇത് കണ്ടിന്യൂസ് ടൈം റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം റെപ്രസെൻറ്റേഷൻ നമ്മൾ പറയുമ്പോൾ അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. del of n equal to 1 for n equal to 0. del of n-ൻ്റെ വാല്യൂ, ഏരിയ അല്ല, ഏരിയ ഈക്വൽ ടു 1 എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തതെങ്കിൽ ഇവിടെ വെറും del of n equal to 1 for n equal to 0 and del of n equal to 0 for n not equal to 0. നോട്ട് ഈക്വൽ ടു 0യിൽ del of n-ൻ്റെ വാല്യൂ 0 ആണ്. del of n equal to 1 for n equal to 0. ഇവിടെയും del of t നോക്കിയാൽ മതി. 0യിൽ മാത്രമാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 0യിൽ മാത്രമാണ് del of t ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ടിയുടെ ബാക്കിയുള്ള വാല്യൂസിനെല്ലാം del of tയുടെ വാല്യൂ 0 ആയിരിക്കും. എന്ന് വെച്ചാൽ -1ലും -2ലും 1ലും 2ലും ഒക്കെ del of tയുടെ വാല്യൂ 0 ആയിരിക്കും. അതാണ് t നോട്ട് ഈക്വൽ ടു 0യിൽ del of t 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ വരച്ച് നോക്കാം. ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ആരോ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങ് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. സോ del of n equal to 1 for n equal to 0. അതാണ് നമ്മുടെ കണ്ടീഷൻ. ഈക്വൽ ടു 0 for n നോട്ട് ഈക്വൽ ടു 0. -1ലും -2ലും 1ലും 2ലും 3ലും ഒക്കെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഇതിനൊരു ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് വീണ്ടും ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ ഇത് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ, യൂണിറ്റ് റാമ്പ് സിഗ്നൽ, അതുപോലെ തന്നെ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ, ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ്. സോ അത് അറിഞ്ഞിരിക്കണം. ദെൻ നമുക്കിനി ഈ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്, കണ്ടിന്യൂസ് ടൈം യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. കാരണം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് പ്രോബ്ലംസ് വരാറുണ്ട്. സോ ആ പ്രോപ്പർട്ടീസും കൂടെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് വരുന്ന ചെറിയ പ്രോബ്ലംസ് ഇതിനകത്തുനിന്ന് വരാം. സോ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ? പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പൾസ് ഫംഗ്ഷൻ, അതിനകത്ത് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം അത് 0യിൽ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എഴുതാം del of t ഈക്വൽ ടു del of -t. ഈവൻ ഓടും ഒക്കെ നമ്മൾ ഇനി വരാൻ പഠിക്കുന്നുണ്ട്. എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി എന്ന് എഴുതുന്നതാണ് ഈവൻ ഫംഗ്ഷൻ. എക്സ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് മൈനസ് ടി എന്ന് എഴുതുന്നതാണ് ഓഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് del of t വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പറയുന്നത്. സോ del of t ഈക്വൽ ടു del of മൈനസ് ടി എന്ന് പറയുന്നത് ആണ് ഈവൻ ഫംഗ്ഷൻ. സോ ഇതാണ് ഈവൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ദെൻ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു എനി സിഗ്നൽ, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ നമ്മൾ del of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -∞ ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഓഫ് 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം എക്സ് ഓഫ് 0 കണ്ടുപിടിച്ചാൽ മതി. സോ അതൊരു പ്രോപ്പർട്ടിയാണ്, അറിഞ്ഞിരിക്കണം. ദെൻ തേർഡ് പ്രോപ്പർട്ടി, ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു del of t മൈനസ് ടി നോട്ട് ഡി ടി. ഇതിനെ നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറയും. ഇനി അടുത്ത സിഗ്നൽ ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ അത് പറഞ്ഞുതരാം. del of t, അപ്പം എക്സ് ഓഫ് ടിയെ del of t മൈനസ് ടി നോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി നോട്ട് ആയിരിക്കും. വെറും del of t ആണെങ്കിൽ എക്സ് ഓഫ് 0 ആയിരിക്കും. del of t മൈനസ് ടി നോട്ട് വന്നു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി നോട്ടിന് ഈക്വൽ ആയിരിക്കും. ദെൻ ദ ഫോർത്ത് വൺ, del of എ ടി, അത് നമ്മൾ സ്കെയിലിംഗ് പ്രോപ്പർട്ടി എന്ന് പറയും. എ എന്ന് പറഞ്ഞൊരു സ്കെയിലിംഗ് ഫാക്ടറാണ്, ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടിയാണ്. del of എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/mod a del of t ആയിരിക്കും. 1/mod a del of t ആയിരിക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, എക്സ് ഓഫ് ടി ഇൻറ്റു del of t മൈനസ് ടി നോട്ട്
ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ എഴുതാം. ഇതിനെ ഇവിടെ ഇൻ്റഗ്രേഷൻ വരുന്നില്ല. എക്സ് ഓഫ് ടിയെ ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട് കൊണ്ട് ചെയ്യുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? എക്സ് ഓഫ് ടി നോട്ട് ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടി നോട്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ് ഓഫ് ടി നോട്ട്. സോ ദിസ് ഇസ് അനദർ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നമുക്ക് എക്സ് ഓഫ് ടി ഇൻറ്റു ഡെൽ ഓഫ് ടി അതിനെയും നമുക്ക് എഴുതാൻ പറ്റും. എക്സ് ഓഫ് 0 ഇൻറ്റു ഡെൽ ഓഫ് ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 തന്നെയാണ്. ദെൻ ദ സിക്സ്ത് പ്രോപ്പർട്ടി, നമ്മളത് സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കുന്നൊരു ടോപ്പിക്കാണ്, കൺവല്യൂഷൻ എന്ന് പറയും. സോ കൺവല്യൂഷൻ, അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടോ ഇൻറ്റു ഡെൽ ഓഫ് ടി മൈനസ് ടോ ഡി ടോ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. സോ എക്സ് ഓഫ് ടി കൺവല്യൂട്ടഡ് വിത്ത് ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി തന്നെ ആയിരിക്കും. സോ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഈ ഒരു 6 പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എലമെൻ്ററി സിഗ്നൽസ് തീർന്നിട്ടില്ല. ഇപ്പം 4 എണ്ണേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ എലമെൻ്ററി സിഗ്നൽസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ബാക്കിയുള്ള എലമെൻ്ററി സിഗ്നൽസും നമുക്ക് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.